മുംബൈയിൽ 16-കാരൻ വടിവാൾ വീശി ആക്രമണം നടത്തി. സർക്കാർ ബസിന്റെ ചില്ലുകൾ തകർത്തു. അമ്മാവൻ വഴക്ക് പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ശ്രീനാഥ്? റിജിത്ത്, ഇന്നലെ വൈകിട്ട് നടന്ന സംഭവങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ വൈകിട്ട് 3:30-ഓടെ മുംബൈയിലെ ബാണ്ടൂപ്പിലാണ് ഈ തരത്തിൽ ഒരു 16-കാരൻ വലിയ അക്രമം അഴിച്ചുവിട്ടത്. അയാൾ ഒരു വടിവാളും റോഡിലേക്ക് എത്തി. ആദ്യം ഒരു ബെസ്റ്റ് ബസ്, അതായത് മുംബൈ കോർപ്പറേഷന്റെ ബസ് തടഞ്ഞു. ഡ്രൈവറെ വടിവാൾ കാണിച്ചു ഭീഷണിപ്പെടുത്തി. പിന്നാലെ ബസിന്റെ ചില്ലുകൾ ഇയാൾ അടിച്ചു തകർത്തു. അവിടെയും അരിശം തീരാതെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയുടെയും ടെമ്പോയുടെയും ഒരു ടാങ്കർ ലോറിയുടെയും ഒക്കെ ചില്ലുകൾ ഇയാൾ അടിച്ചു തകർത്തു. ആളുകൾക്ക് അടുത്തേക്ക് വരാൻ ആ സമയം ഭയം തോന്നി ആളുകൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നീട് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവരാണ് ഇപ്പോൾ അത് പുറത്തുവിടുകയും ചെയ്തത്. ഏതായാലും 16-കാരന് പിന്നീട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളെ റിമാൻഡ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ പല ക്രിമിനൽ കുറ്റങ്ങൾ നേരത്തെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് ഇയാളെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. പോലീസിന്റെ ക്രിമിനൽ റെക്കോർഡ്സിലൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഇയാൾ. ഏതായാലും എന്തായിരുന്നു പ്രകോപനം എന്ന കാര്യത്തിൽ ഇപ്പോൾ യുവാവ് പറയുന്നത്, തന്റെ അമ്മാവൻ തന്നെ ശകാരിച്ചു, തന്നെ മോഷ്ടാവെന്ന് വിളിച്ച ഒരു മോഷണ കുറ്റം തനിക്ക് നേരെ ചുമത്താനുള്ള ശ്രമം അമ്മാവൻ നടത്തി. അങ്ങനെ അമ്മാവന്റെ ഫോൺ വിളി കേട്ടാണ് തനിക്ക് അരിശം മൂക്കുകയും പിന്നീട് ഈ തരത്തിൽ വലിയ അക്രമം താൻ അഴിച്ചുവിട്ടത് എന്നതാണ് ഈ 16-കാരൻ ഇപ്പോൾ പറയുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.